എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിൽ. ഞാനും പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ എക്സ്റ്റംബോർ, എലക്യൂഷൻ കോമ്പറ്റീഷൻ, അത് കഴിഞ്ഞിട്ട് കോളേജിൽ ചെന്നപ്പോൾ ഡിബേറ്റ് കോമ്പറ്റീഷൻ, ഇതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു സ്റ്റേജിലൊന്നും ഞാൻ എത്തിയിട്ടില്ല. ചെറുകിട കോമ്പറ്റീറ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് എലക്യൂഷനൊക്കെ ഒരു സബ്ജക്റ്റ് ആദ്യമേ നമുക്ക് തരും. നമുക്ക് സംസാരിക്കാനുള്ള ടോപ്പിക് എന്താണെന്നുള്ളത് നമുക്ക് ഒരു മാസം മുമ്പേയൊക്കെ തരും. അപ്പോൾ നമ്മളത് പഠിച്ചു വെച്ചിട്ടൊക്കെ പോയിട്ട് അവിടെ നിന്നൊരു പെർഫോമൻസ് ആയിരുന്നു മെയിനായിട്ട്. അത് ആക്ഷനൊക്കെ കാണിച്ചു നിങ്ങൾക്കറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് മുമ്പ് നമുക്ക് ടോപ്പിക് തരും എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ചെറിയൊരു അതായത് എന്ത് ടോപ്പിക് കിട്ടിയാലും പറയാനുള്ളൊരു സെറ്റ് ഓഫ് കുറച്ച് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ അതായത് ഇന്നത്തെ സമൂഹം എല്ലാം ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അർത്ഥം വരുന്ന തരത്തിൽ എന്ത് ടോപ്പിക് കിട്ടിയാലും അതിലേക്ക് കണക്ട് ചെയ്തൊക്കെ എത്തുന്ന പോലത്തെ കുറച്ച് തട്ടിപ്പ് അതിൻ്റെ അകത്ത് നടത്തുമായിരുന്നു. അതിനുശേഷം പിന്നെ അതിൻ്റെ ലെവൽ മാറി കുറച്ചുകൂടെ വളർന്ന് കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയപ്പോൾ അതും പറ്റാതായി. ആ സമയം എന്നെപ്പോലുള്ള കലാകാരന്മാർ അവശ്യ കലാകാരന്മാരായി മാറുകയാണ് ഉണ്ടായത്. കോളേജിലേക്കൊക്കെ എത്തിയപ്പോൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, അതിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റിയാണ് ഒരു ഡിബേറ്റ് കോമ്പറ്റീഷൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് നമുക്ക് സംസാരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ആ ഫ്യൂ മിനിറ്റ്സ് മുമ്പ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ആ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് നിന്നും സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ബ്യൂട്ടി. അപ്പോൾ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള പൊതുവിജ്ഞാനം, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നേരെ പോയിട്ട് ഞാൻ കുഞ്ഞുനാളിൽ പഠിച്ചു വെച്ച പോലത്തെ കുറച്ച് വാചകങ്ങൾ പറഞ്ഞ് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളതല്ല ആക്ച്വലി ശരിക്കുള്ള ഡിബേറ്റ്. കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ടോപ്പിക്, അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അത് വളരെ റെലവൻ്റാണ്. കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയയൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ആർക്കും എന്തോ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സ്പേസാണ്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും നിന്ന് അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സ്പേസാണ്. അപ്പോൾ അവിടെ ആരുടെ അഭിപ്രായമാണ് ശരി തെറ്റെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആരുടെ പക്ഷത്താണ് എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ശ്രമം എപ്പോഴും സംഭവിക്കാറുള്ളത്. അങ്ങനെയുള്ള കാലത്തൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ ആരുടെ പക്ഷം പിടിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവുക, എന്താണ് ശരി തെറ്റ് എന്നുള്ള രീതിയിലേക്ക് അത് നിർവചിക്കാൻ പറ്റുക എന്നുള്ള രീതിയിലേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം, അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനൊരു കോമ്പറ്റീഷൻ നടത്തുകയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിലുടനീളം മത്സരാർത്ഥികൾ പങ്കെടുക്കുകയും അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ ക്രീം ലെയർ ഓഫ് 8 ആൾക്കാർ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നു. അപ്പോൾ അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ജേണിയാണ്. അതുപോലെ തന്നെ ഇത്രയും ബഹുമാനപ്പെട്ട ജഡ്ജസ് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ഞാൻ ശ്രീ ഗോകുൽ സർ, അദ്ദേഹത്തിൻ്റെ ഡിബേറ്റ്, ശശി തരൂറുമായിട്ടുള്ള ഡിബേറ്റ് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ മുമ്പിൽ ശ്രീ വിജയൻ സാറും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ജഡ്ജസായിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ കോമ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരവും വലിയൊരു പ്ലാറ്റ്ഫോമുമാണ്. ഞാൻ കേട്ടു, ഒരു പെൺകുട്ടി യൂണിവേഴ്സിറ്റി എക്സാം വേണ്ടാന്ന് വെച്ചിട്ട്, കോളേജിലെ യൂണിവേഴ്സിറ്റി എക്സാം വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ന് ഇവിടുത്തെ കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന ഒരു കുട്ടി വരെ ഇന്നിവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു റെക്കഗ്നിഷൻ എന്നും നാളത്തേക്ക് നിങ്ങൾക്കൊരു വലിയ പ്രചോദനമാവട്ടെ. നാളെ ഇതുപോലെ വലിയ രീതിയിൽ ഒരു IAS ഓഫീസേഴ്സൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു വലിയ പൊസിഷനിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി തന്നെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പോയിന്റിലേക്ക് നിങ്ങൾക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കട്ടെ. കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു വേൾഡാണ്. എന്നും ഡിബേറ്റ് ചെയ്ത് തന്നെ ജീവിച്ച് മുമ്പോട്ട് പോകേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വലിയ ഉയരങ്ങളിലെത്താനുള്ള ഒരു പ്രചോദനമാവട്ടെ. ഇതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത മാതൃഭൂമിക്കും ഫെഡറൽ ബാങ്കിനും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇനിയും ഒരുപാട് കോമ്പറ്റീഷൻസ്, ഒരുപാട്
പുതിയ ടാലൻസിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എന്നെ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ ഡിബേറ്റർ എന്നുള്ള രീതിയിലല്ലാതെ ഇങ്ങനെ ഒരു അവതാറിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. രജിസ്റ്റർ ചെയ്യാനായി speakforindia.in സന്ദർശിക്കൂ. ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ കേരള എഡിഷൻ സീസൺ 8 in association with മാതൃഭൂമി.